श्री श्री जगन्नाथ बलदेव सुभद्रामय की जय। श्री श्री नरसिंहदेव भगवान की जय। श्री श्री पंचतत्व की जय। श्री श्री षडगोस्वामी की जय। श्री श्री गुरु परंपरा की जय। श्रीला प्रभुपाद की जय। गुरु महाराज की जय। अनंत कोटि वैष्णव वृंद की जय। श्री राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन यमुनतिरावनचारी। यशोदनन्दन व्रज जनरञ्जन यमुनतिरावनचारी। जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन यमुनतिरावनचारी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण early कृष्ण morning, brush your कृष्ण teeth. हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। जय कृष्ण बलराम जय कृष्ण बलराम राम जय राधा श्याम सुंदर राधा श्याम सुंदर राधे। जया गौरानिताय गौरानिताय जय गौरानिताय। जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा। जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा। नारायणं नमस्कृत्य नरं चैव नरोपीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मूगं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरम्। वंशाकल्पातरुभ्यश्च कृपासिन्धुभ्य एव च
पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण 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 हरे राम, राम राम हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ഭീഷ്മദേവന്റെ വിയോഗം, ശ്ലോക നമ്പർ 36, 36. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാതിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹാരഥാത്മവിദ്യയായ ശരണരിതിഃ പരമസ്യ തസ്യ മേസ്തു. വ്യവഹിത പൃഥനാമുഖം നിരീക്ഷ്യ സ്വജനവധാതിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരതാത്മവിദ്യയായ ശരണരതിഃ പരമസ്യ തസ്യ മേസ്തു. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാതിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരതാത്മവിദ്യയായ ശരണരതിഃ പരമസ്യ തസ്യ മേസ്തു. ഹരേ കൃഷ്ണ. ആരെങ്കിലും ശ്ലോകം വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത്വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരതാത്മവിദ്യയായ ശരണരതി പരമസ്യ തസ്യ മേസ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വ്യവഹിതനാമുഖം നിരീക്ഷ്യ സ്വജനവധാതിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ശ്ലോകം വായിക്കുന്നുണ്ടോ? ഓക്കെ. ശിലാ പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശിലാ പ്രഭുപാദ്. പദാനുപദ തർജ്ജമ. വ്യവഹിത, ദൂരത്തായി നിൽക്കുന്ന, പൃതന, യോദ്ധാക്കൾ, മുഖങ്ങൾ, നിരീക്ഷിക്കയാൽ, സ്വജന, സ്വജനങ്ങൾ, വധിക്കുന്ന കർമ്മം, വിമുഖസ്യ, വൈമനസ്യമുള്ള, ദോഷ, ബുദ്ധ്യ, പ്രക്ഷുബ്ധമായ ബുദ്ധിയാൽ, കുമതിം, അല്പജ്ഞാനം, അഹരത്, സമൂലം നശിപ്പിച്ചു, ആത്മവിദ്യയ, അതീന്ദ്രിയ ജ്ഞാനത്താൽ, അദ്ദേഹം, ശരണത്തിൽ, രതിഹി, ആകർഷണം, പരമസ്യ, പരമപുരുഷന്റെ, തസ്യ, അദ്ദേഹത്തിനായി, മേ, എൻ്റെ, അസ്തു, അവിടെ ആയിരിക്കട്ടെ. ശിലാപ്രഭുപാദരുടെ വിവർത്തനം. ജയ ശിലാപ്രഭുപാദ്. വിവർത്തനം. അർജുനൻ തൻ്റെ മുന്നിലുള്ള സേനാംഗങ്ങളെയും സൈന്യാധിപന്മാരെയും വീക്ഷിച്ച് അജ്ഞാനത്താൽ കലങ്ങിയ മനസ്സുമായി നിന്നപ്പോൾ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച് ആ അജ്ഞാനത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പദാംബുജ രതിയിൽ സദാ ആകൃഷ്ടനായി ഞാൻ നിലകൊള്ളുമാറാകട്ടെ. ശിലാപ്രഭുപാദരുടെ ഭാവാർത്ഥം. ജയ ശിലാപ്രഭുപാദ്. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? പ്രഭുജി വായിക്കട്ടെ. വായിച്ചോളൂ മാതാജി, പ്ലീസ്. ശ്രീ പ്രഭുപാദ് കി ജയ്. യുദ്ധോത്സുകരായ പടയാളികളുടെ മുന്നിൽ രാജാക്കന്മാരും സേനാപതിമാരും നിൽപ്പുണ്ടായിരുന്നു. യഥാർത്ഥ യുദ്ധത്തിന്റെ നടപടിയാണിത്. രാജാക്കന്മാരും സേനാധിപന്മാരും ഇന്നത്തെ മന്ത്രിമാരെയും രാഷ്ട്രപതിമാരെയും പോലെ അല്ലായിരുന്നു. പാവപ്പെട്ട പടയാളികൾ മുഖാമുഖം യുദ്ധം ചെയ്യുമ്പോൾ അവർ ഭവനത്തിലിരിക്കുകയല്ലായിരുന്നു.
ആധുനിക ജനാധിപത്യത്തിന്റെ സമ്പ്രദായത്തിന്റെ വ്യവസ്ഥ ഇപ്രകാരമായിരിക്കാം. എന്നാൽ യഥാർത്ഥ രാജവാഴ്ചയിൽ രാജാവ് യോഗ്യതയില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭീരുവല്ലായിരുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നും ഇത് സ്പഷ്ടമാണ്. ദ്രോണർ, ഭീഷ്മർ, അർജുനൻ, ദുര്യോധനൻ എന്നിവരെ പോലെയുള്ള ഭരണനിർവാഹക തലവന്മാർ ഉറങ്ങുകയല്ലായിരുന്നു. അവരെല്ലാവരും യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കുന്നവരായിരുന്നു. യഥാർത്ഥ യോദ്ധാക്കളായിരുന്നു. രാജ്യത്തിൽ നിന്നും വളരെ ദൂരെ ജനവാസമില്ലാത്ത പ്രദേശമായിരുന്നു യുദ്ധക്കളമായി നേരത്തെ തിരഞ്ഞെടുത്തിരുന്നത്. വൈരികളായ രാജാക്കന്മാർ തമ്മിൽ ഏർപ്പെടുന്ന യുദ്ധത്തിന്റെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും നിരപരാധികളായ പ്രജകൾ ഒഴിവാക്കപ്പെട്ടിരുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. അത്തരം യുദ്ധ മുഹൂർത്തങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ പ്രജകൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അർജുനനായാലും ദുര്യോധനനായാലും ശരി, വരുമാനത്തിന്റെ 4/1 ഭാഗം അവർ നികുതിയായി നൽകണമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഇരുപക്ഷത്തെ സേനാധിപന്മാരും മുഖാമുഖം നിൽപ്പുണ്ടായിരുന്നു. അർജുനൻ അവരെ അതീവ കരുണയോടെ നോക്കിയെന്ന് മാത്രമല്ല, രാജ്യനിമിത്തം രണാങ്കണത്തിൽ ബന്ധുജനങ്ങളെ കൊല്ലേണ്ടതായി വരുന്നതിൽ വിലപിക്കുകയും ചെയ്തു. ദുര്യോധനനാൽ ചമയ്ക്കപ്പെട്ട അതിബൃഹത്തായ സ്നേഹാവ്യൂഹം ദർശിച്ച് അദ്ദേഹം ഒട്ടും തന്നെ ഭയപ്പെട്ടില്ല. എന്നാൽ ഭഗവാന്റെ കരുണയുള്ള ഭക്തനെന്ന നിലയിൽ ലൗകികമായ വസ്തുക്കൾ പരിത്യജിക്കുക എന്നത് അദ്ദേഹത്തിന്റെ നൈസർഗിക ഗുണമാകുന്നു. ആകയാൽ ലൗകികമായ ഭോഗങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ അത് അല്പജ്ഞാനം നിമിത്തമാകുന്നു. ആയതിനാലാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി കളങ്കപ്പെട്ടുവെന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ ബുദ്ധി ദൂഷിതമാകുകയില്ല. എന്തെന്നാൽ അദ്ദേഹം ഭഗവത് ഭക്തനും ഭഗവാന്റെ സന്തത സഹചാരിയുമായിരുന്നു. പുറമേക്ക് അർജുനന്റെ ബുദ്ധി ദൂഷിതമായി തീർന്നു. അല്ലാത്തപക്ഷം മിഥ്യയായ ഭൗതിക ശരീര തത്വത്താൽ ഭൗതിക ബന്ധനത്തിൽ വ്യാപൃതരായ എല്ലാ കളങ്കിത യോദ്ധാക്കളുടെയും നന്മയ്ക്കായി ഭഗവത്ഗീത ഉപദേശങ്ങൾ പ്രഭാഷിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ശരീരത്തെ ആത്മാവായി കരുതുന്ന മിഥ്യാതത്വത്തിൽ നിന്നും ലോകത്തിലെ ബദ്ധാത്മാക്കളെ മോചിപ്പിക്കാനും പരമപുരുഷനുമായുള്ള ആത്മാവിന്റെ ശാശ്വത ബന്ധത്തെ പുനഃസ്ഥാപിക്കാനുമായിട്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത്. ആത്മവിദ്യ അഥവാ ഭഗവാനെ സംബന്ധിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനം പ്രപഞ്ചത്തിലെ സർവഭാഗത്തുമുള്ള എല്ലാ പീഡിതരുടെയും നന്മയ്ക്കായി ഭഗവാനാൽ തന്നെ ആദ്യം ഉപദേശിക്കപ്പെട്ടതാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതാം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വ്യവഹിത പൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഈ ക്ലാസ് എടുക്കാൻ തയ്യാറായത്, ഇതെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ
പരിചയ സമ്പത്തോ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീമദ് ഭഗവത്ഗീതയിൽ പല സ്ഥലങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളെ എനിക്കിഷ്ടമാണ്, അങ്ങനെയുള്ള ആളെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ കുറേ ശ്ലോകങ്ങളുണ്ട്. പക്ഷേ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് കൃഷ്ണൻ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ആളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് കുറേ പറയുന്നുണ്ട്, എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുന്ന ആളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്ന് കൃഷ്ണൻ ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിദശ്യതി ഭക്തിമയി പരം കൃത്വ മാമേ വൈഷസി അസംശയ എന്നാണ് ശ്ലോകം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യാ ഇദം പരമം ഗുഹ്യം, അതീവ രഹസ്യമായിട്ടുള്ള ഈ ഒരു കാര്യം, മദ്ഭക്തേഷു അഭിദശ്യതി, ആരാണോ എൻ്റെ ഭക്തന്മാരോട് പറയുന്നത്, അതായത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തെക്കുറിച്ചുള്ള കാര്യം ആരാണോ ഭഗവാൻ പറയുകയാണ് എൻ്റെ ഭക്തനോട് പറയുന്നത്, ആ വ്യക്തിക്ക് എന്ത് കിട്ടും? ഭക്തിമയി പരം കൃത്വ, ആ വ്യക്തിക്ക് എന്നോടുള്ള ഭക്തി കൂടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, അതിനുശേഷം ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? മാമേ വൈശ്യസി അസംശയ, ഈ ശരീരം വെടിയുന്നതോടുകൂടി ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് വരും. അസംശയ, ഇതിന് യാതൊരു സംശയവുമില്ല. അവൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയ കൃത്തമാ, അതായത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഇത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വേറെ ആരുമില്ല. ഇപ്പം എന്താ കൃഷ്ണൻ പറയുന്നത്? കൃഷ്ണൻ്റെ കഥകൾ കൃഷ്ണഭക്തന്മാരോട് പറയുന്ന വ്യക്തി, ആ ആളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആ ആൾക്ക് എൻ്റെ ഭക്തി കിട്ടും. അതുമാത്രമല്ല, ഈ ശരീരം അവസാനിക്കുന്നതോടുകൂടി ആ വ്യക്തിക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളൊക്കെ ഈ പ്രീച്ചിങ് ഏറ്റെടുക്കുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഞാൻ. കാരണം ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതം നമുക്കറിയാം, നിറയെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. കൃഷ്ണൻ പറയുന്നുണ്ട്, ദുഃഖാലയം അശാശ്വതം, അല്ലേ? ദുഃഖങ്ങളുടെ ഒരു വീടാണ്, ആലയമാണ് ഇത്, അശാശ്വതമാണ്, ശാശ്വതമല്ല. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് പ്രഭുപാദരെല്ലാവരോടും പറയാണ്, എവ്രി വൺ ഹാസ് ടു ബി എ പ്രീച്ചർ. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. ഭാരത ഭൂമിതേ ഹൈല മനുഷ്യ ജന്മയാർ ജന്മസാർത്ഥക കരി കര പര ഉപകാര. ഈ ഭാരതഭൂമിയിൽ ജനിച്ച ഓരോരുത്തരും അവരുടെ ലൈഫ് പെർഫെക്റ്റ് ചെയ്യണം, അതിനുശേഷം മറ്റുള്ളവർക്ക് ഈ വക കാര്യങ്ങൾ പകർന്നു കൊടുക്കണം. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം. കാരണം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ ഭൗതിക ലോകത്ത് നിന്ന് തൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഉദ്ധവർ വന്നിട്ട് പറയുന്നുണ്ട്, 5000 വർഷം മുമ്പാണ്, ഇന്നൊന്നിലൊന്നല്ല. എന്താ ഉദ്ധവർ പറയുന്നത്? തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞം ഈശ്വരം അകുണ്ഠ വികുണ്ഠ ധിഷ്ണ്യം. ആ ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രഭുപാദർ പറയുന്നത്, ഉദ്ധവർ പറയാണ് ശ്രീകൃഷ്ണ ഭഗവാനോട്, ഈ ലോകത്തിലുള്ള ജീവിതം എനിക്ക് മടുത്തു ഭഗവാനെ. കാരണം അത്രയ്ക്കും കഷ്ടപ്പാടാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നിറയെ പ്രശ്നങ്ങളായിരുന്നു, അപ്പോൾ ഇപ്പോഴത്തെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഭവന്തം അൺടു യു അനവദ്യം അനന്തപാരം, യു ആർ പെർഫെക്റ്റ്. അനവദ്യം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, കംപ്ലീറ്റ്, സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത് എന്നാണ് പറയുന്നത് കൃഷ്ണനെ കുറിച്ച്. പരമദിവ്യോത്തമ പുരുഷൻ, പരമനിരപേക്ഷ സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. തസ്മാത് ഭവന്തം അനവദ്യം അനന്തപാരം. എന്താണ് അനന്തപാരം എന്ന് പറഞ്ഞാൽ? നിനക്ക് യാതൊരു പരിധിയില്ല, യു ആർ അൺലിമിറ്റഡ്. സർവജ്ഞം, യു നോ എവറിത്തിങ്, എല്ലാം നിനക്കറിയാം. ഭഗവാൻ എല്ലാം അറിയാം, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട്, വളരെ വ്യക്തമായിട്ട് ഭഗവാൻ അറിയാം. കാരണം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു?
കൃഷ്ണൻ പരമാത്മാവായിട്ട് വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെല്ലാം അറിയാം. ഈ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലാണോ ശ്രദ്ധിക്കുന്നത്, അല്ല വേറെ എവിടെയെങ്കിലുമൊക്കെയാണോ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ആർക്കറിയാം? ഭഗവാൻ അറിയാം. എനിക്കറിയാൻ പറ്റില്ല. അതാണ് ഉദ്ധവർ പറയുന്നത്, സർവജ്ഞം, യു നോ എവ്രിതിങ്, എല്ലാം നിനക്കറിയാം കൃഷ്ണ. ഈശ്വരം, യു ആർ ദ സുപ്രീം കൺട്രോളർ, എല്ലാം നിയന്ത്രിക്കുന്ന ആള്, എല്ലാത്തിൻ്റെയും അധിപതി നീയാണ്. അകുണ്ഠ വികുണ്ഠ ധിഷ്ണ്യം, അതായത് നിന്റെ സ്ഥലമായിട്ടുള്ള വൈകുണ്ഠം, അവിടെ യാതൊരു ദുരിതങ്ങളുമില്ല. എന്താ വൈകുണ്ഠം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? വിഗത കുണ്ഠ ഇതി വൈകുണ്ഠ, യാതൊരു ആങ്സൈറ്റി, ഉത്കണ്ഠകളോ പേടികളോ ഒന്നുമില്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം. അപ്പോൾ അവിടെ ഉദ്ധവർ പറയുന്നു, ഈ ലോകത്തിലുള്ള ജീവിതം വളരെ ദുഷ്കരമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നമുക്കും പറയാനുള്ളത്. കാരണം എന്താണ്? ഓരോ ദിവസവും ആരംഭിച്ച് രാത്രി കിടന്നുറങ്ങുന്നതിനിടയ്ക്ക് ഇഷ്ടംമാതിരി പ്രശ്നങ്ങളാണ് നമുക്ക്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ഥലം വിടണം. ഈ സ്ഥലം വിട്ടിട്ട് എവിടെ പോകണം? ഭഗവാന്റെ നാമത്തിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ആയിരിക്കും ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നുവെച്ചാൽ തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയ കൃത്തമ എന്ന് അവിടെ ആ ശ്ലോകത്തിൽ ആര് പറയുന്നുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വിവർത്തനം, അർജുനൻ തൻ്റെ മുന്നിലുള്ള സേനാംഗങ്ങളെയും സൈന്യാധിപന്മാരെയും വീക്ഷിച്ച് അജ്ഞാനത്താൽ കലങ്ങിയ മനസ്സുമായി നിന്നപ്പോൾ, അറിവില്ലായ്മ, ലാക്ക് ഓഫ് നോളജ്, അത് വളരെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണത്. അറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അറിവ് കിട്ടുക? അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടും. അതേപോലെ ശിലാപ്രഭുപാദരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിവുണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നു, അജ്ഞാനത്താൽ കലങ്ങിയ മനസ്സുമായി നിന്നപ്പോൾ, ഭയങ്കര വിഷമായിപ്പോയി അർജുനന്. സ്വന്തക്കാരോടൊക്കെ യുദ്ധം ചെയ്യാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, അർജുനന് പ്രത്യേകിച്ച്. കാരണം എന്താണ്? ഒരു ഭക്തനാണ്. ഒരു ഭക്തൻ എപ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്ന ആളായിരിക്കും ഭക്തൻ. പരാ ദുഃഖ ദുഃഖി, അങ്ങനെയാണ് നമ്മൾ കേൾക്കാറ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകളൊക്കെ എങ്ങനെയായിരിക്കും? പര സുഖ ദുഃഖി, മറ്റുള്ളവരുടെ സുഖത്തിൽ ദുഃഖമായിരിക്കും ആൾക്കാർക്ക്. ഓ, ആൾക്ക് സുഖം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ദുഃഖം വരും. പരദുഃഖ സുഖി, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എന്താണ്? നമുക്ക് സന്തോഷം തോന്നുകയാണ്. കലിയുഗത്തിലുള്ള ആൾക്കാർ അങ്ങനെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ അജ്ഞാനം കൊണ്ട് ആകെ ടെൻഷനൊക്കെ ആയിട്ട്, സ്ട്രെസ്സൊക്കെ ആയിട്ട് കലങ്ങിയ മനുഷ്യമായി നിന്നപ്പോൾ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ചു. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായിട്ടുള്ള അറിവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൗതികതയുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരറിവാണ് ഭഗവത്ഗീത നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസെൻഡൻ്റൽ നോളജ് എന്ന് പ്രഭുപാദർ എപ്പോഴും പറയുന്നത്. ആ ജ്ഞാനം ഉപദേശിച്ചിട്ട് ആ അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പദാംബുജരതിയിൽ സദാ ആകർഷനായി ഞാൻ നിലകൊള്ളുമാറാകട്ടെ. ഇതാണ് ഒരു ഭക്തന്റെ ലക്ഷ്യം ജീവിതത്തിൽ. എന്താണ്? അവര് നല്ലത് പറഞ്ഞാൽ നല്ലതാണ്. ഒരു ഭക്തന്റെ ലക്ഷ്യം ജീവിതത്തിൽ എന്താണ്? എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാൻ കഴിയണം. അത് സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഭഗവാനെക്കുറിച്ച് എല്ലായ്പ്പോഴും ഓർക്കാൻ പറ്റണം. അതാണ് ഒരു ഭക്തന്റെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർക്കണമെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് സ്നേഹം ഉണ്ടാവണം. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ ഓർക്കാൻ പറ്റൂ. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഭഗവാനോടുള്ള സ്നേഹം. അങ്ങനെ എല്ലാ സമയത്തും ഭഗവാനെ ഓർത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും മരണസമയത്ത് നമ്മൾ ഓർക്കും ഭഗവാനാണ്. അപ്പോൾ ഭരണസമയത്ത് ഭഗവാൻ ഓർത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വ കലേവരം.
കൃഷ്ണൻ പറയുന്നുണ്ട് അന്ധകാല അവസാന കാലത്ത് അന്ധകാലേശ മാമേവ എന്നെ മാത്രം സ്മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരെയല്ല, ഭർത്താവിനല്ല, ഭാര്യയല്ല, മക്കളെയല്ല, എന്താ പറയാ, മാതാപിതാക്കളെയല്ല, ആരെ ഓർക്കേണ്ടത്? കൃഷ്ണൻ പറയുന്നു എന്നെ മാത്രം മാമേവ സ്മരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ മുക്ത കലേവരം, കലേവരം എന്ന് പറഞ്ഞാൽ ശരീരം, മുക്ത എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്നും മുക്തനായി കഴിയുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മരണസമയത്ത് എന്നെ മാത്രം ഓർത്തു കഴിഞ്ഞാൽ അന്ധകാലേശ മാമേവ സ്മരൺ മുക്ത കലേവരം യപ്രയാതി, നീ പോകും, സമദ്ഭാവം ടു മൈ നേച്ചർ, എൻ്റെ അടുത്തേക്ക് നീ വരും, യാതി നാഷ്ടി അത്ര സംശയ, ഇതിന് യാതൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഭഗവാനെ ഓർക്കണമെങ്കിൽ നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം ഉണ്ടാവണം. ഭഗവാനോടുള്ള സ്നേഹം എങ്ങനെയാണ് കൂടുക? ഭഗവാനെക്കുറിച്ച് എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരുന്നാൽ ഭഗവാനോടുള്ള സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ എത്തുമാറാകട്ടെ എന്നാണ് ഭീഷ്മദേവരുടെ പ്രാർത്ഥന. അപ്പോൾ ഭീഷ്മദേവരുടെ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പാലിക്കണം. കാരണം ഭീഷ്മദേവർ ആരാണ്? വൺ ഓഫ് ദ മഹാജനാസ്, മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മദേവർ. മഹാജനങ്ങൾ പോയ വഴിയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം മഹാജനോ യേന ഗതസ്സ പന്ഥ, മഹാഭാരതം പറയുന്നുണ്ട്. ദ ട്രൂത്ത് അബൌട്ട് ധർമ്മ അത് മനസ്സിലാവണമെങ്കിൽ മഹാജനങ്ങളുടെ അവർ പോയ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെയുള്ളൊരു മഹാജനാണ് ഭീഷ്മദേവർ. എന്താ പറയുന്നത്? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ഇത് തന്നെയാണ് എല്ലാ ഗുരു സാധു ശാസ്ത്ര പറയുന്നത്. എല്ലാ മഹാജനങ്ങളും പറയുന്ന കാര്യം ഇതാണ്. സ്വയംഭൂ നാരദ ശംഭു കുമാരോ കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലീർ വയ്യാശഗീർ വയം. ഇത്ര ആൾക്കാരാണ് മഹാജനങ്ങളായിട്ട് ഭാഗവതം പറയുന്നത്. അവരൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഈ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. പ്രഭുപാദർ പറയുന്നു, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് എല്ലാ കമാൻഡേഴ്സ്, വലിയ വലിയ ക്യാപ്റ്റനൊക്കെ മാതിരിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വളരെ മുമ്പിൽ വന്ന് നിന്ന് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ യുദ്ധമൊക്കെ എങ്ങനെയാണ്? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വീട്ടിലിരിക്കും, പാവപ്പെട്ട പട്ടാളക്കാർ വന്നിട്ട് ഫൈറ്റ് ചെയ്യും. അതാണ് ഇന്ന് കാണുന്ന യുദ്ധങ്ങളൊക്കെ. പക്ഷെ അന്ന് കാലത്തുണ്ടായിരുന്ന യുദ്ധങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് മുമ്പിൽ തന്നെ വരും, എന്നിട്ട് അവർ യുദ്ധം ചെയ്യും. അതിൻ്റെ പിന്നിലാണ് പട്ടാളക്കാരുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പ്രഭുപാദർ പറയുന്നു, അതായിരുന്നു ഫൈറ്റിങ്ങിൻ്റെ ഒരു സിസ്റ്റം അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് അതൊക്കെ വളരെയധികം മാറി. വലിയ വലിയ നേതാക്കളൊക്കെ വീട്ടിലിരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖിച്ച് കഴിയുമ്പോൾ പാവപ്പെട്ട പട്ടാളക്കാരാണ് പോയിട്ട് യുദ്ധം ചെയ്യുന്നത്. കലിയുഗത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, നമുക്കറിയാം. നേരെ തല തിരിഞ്ഞിട്ടാണ് സംഭവിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമുക്കറിയുന്നതാണ് പ്രഭുപാദർ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ദ്രോണ, ഭീഷ്മ, അർജുന, ദുര്യോധന, ഇത്രയും വേറെയും കുറേ ആൾക്കാരുണ്ട്. ഈ 4 പേരുടെ പേര് മാത്രമേ പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുകയാണ്, ഈ 4 പേരും വളരെ വലിയ യുദ്ധം ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നില്ല, അവർ വന്നിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു എന്ന് പ്രഭുപാദർ പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അവർ വളരെ ശക്തിയോടെ മുമ്പിൽ വന്ന് നിന്ന് പൊരുതി. ഈ വലിയ വലിയ ആൾക്കാരൊക്കെ, ദ്രോണ, ഭീഷ്മ, അർജുന, ദുര്യോധന, ഇവരൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണഗതിയിൽ പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു ഭക്തന് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ലാമെൻറ്റേഷൻ, അയ്യോ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഒരു ശുദ്ധ ഭക്തന് ഒരു ലാമെൻറ്റേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല ഒരു കൺഫ്യൂഷൻ.
എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും അർജുനന് ഒരു കൺഫ്യൂഷൻ വരികയാണ്. എങ്ങനെയാണ് സ്വന്തക്കാരോടൊക്കെ യുദ്ധം ചെയ്യുക? അല്ലേ? ഗുരുവുണ്ട്, ഭീഷ്മദേവരുണ്ട്, ദ്രോണാചാര്യർ ഗുരുവുണ്ട്, കൃപാചാര്യരുണ്ട്, അല്ലേ? അങ്ങനെ വലിയ വലിയ വളരെ വലിയ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരും വളരെയധികം സ്നേഹത്തിൽ വർത്തിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് എതിർപക്ഷത്തുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബെവിൽഡർമെൻ്റ് ഒക്കെ വരികയാണ് ആർക്ക്? അർജുനന്. അപ്പോൾ പ്രഭുപാദർ പറയുന്നത് സാധാരണ ഒരു ഭക്തന് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല, ഒരു ശുദ്ധ ഭക്തനായിക്കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ അർജുനന് അങ്ങനെയുള്ളൊരു ലാമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹം ഭാവാർത്ഥത്തിൽ പറയുന്നു, നമുക്ക് ഭഗവത്ഗീത കിട്ടി, അല്ലെങ്കിൽ ഭഗവത്ഗീത ഭഗവാൻ മുഴുവനായിട്ട് പറഞ്ഞു കൊടുത്തു, അത് നമുക്കും കൂടി ഉപകാരപ്രദമായി, അല്ലേ? ഭഗവാന്റെ നോളജ്, അറിവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീമദ് ഭഗവത്ഗീത. നമുക്ക് ഓരോ പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴും പല പല നൂതനമായിട്ടുള്ള അറിവുകളാണ് ഭഗവത്ഗീത പ്രദാനം ചെയ്യുന്നത്. അതേപോലെ ആരോട് ചോദിച്ചാലും ഭഗവത്ഗീതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറയും, വായിച്ചിട്ടില്ലെങ്കിലും. അത്രയ്ക്കും, അത് മാത്രമല്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത് കിട്ടിയത്. ഇന്നും അതിൻ്റെ ആ ഒരു സ്ഥാനം അതേപോലെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഭഗവത്ഗീത നമുക്കൊക്കെ കിട്ടാനുള്ള കാരണം പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നത് അർജുനൻ്റെ ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ലാമെൻറ്റേഷൻ അല്ലെങ്കിൽ ബെവിൽഡർമെൻ്റ് ഒക്കെയാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം പ്രഭുപാദർ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ, അർജുനൻ്റെ ഇൻ്റലിജൻസ്, ബുദ്ധി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ബുദ്ധിയിൽ മാലിന്യങ്ങൾ വന്നു ചേർന്നു. അതുകൊണ്ടാണ് അർജുനന് ആ സങ്കടം വന്നത്. അപ്പോൾ സാധാരണ ഒരു ശുദ്ധഭക്തൻ്റെ ബുദ്ധിക്ക് മാലിന്യങ്ങൾ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ബുദ്ധിക്ക് മാലിന്യങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന് പറയുന്നു പ്രഭുപാദർ? നമുക്ക് ഭഗവത്ഗീത കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി അദ്ദേഹം ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധിയിൽ മാലിന്യങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചു കഴിയുന്നതാണ്. ഞാൻ ഈ ശരീരമാണ് എന്ന് ആര് വിചാരിക്കുന്നുവോ ആ സമയം മുതൽ ആ ആളുടെ ബുദ്ധിക്ക് മാലിന്യങ്ങൾ വന്നു എന്നാണ് പ്രഭുപാദർ പറയുന്നത്. അപ്പോൾ ഈ ഒരു മാലിന്യങ്ങൾ നമ്മുടെയൊക്കെ അവബോധത്തിൽ നിന്നും മാറ്റിക്കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത്ഗീത ശരിക്കും പഠിക്കണം. വായിച്ചാൽ മാത്രം പോലെ ശരിക്കും പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു സ്വരൂപം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, അല്ലേ? എന്താ നമ്മുടെയൊക്കെ സ്വരൂപം? ജീവേര സ്വരൂപഹൈ കൃഷ്ണേര നിത്യദാസ്, കൃഷ്ണേര തടസ്ഥാശക്തി ഭേദ അഭേദ പ്രകാശം. ഇതാണ് നമ്മുടെയൊക്കെ സ്വരൂപം. ജീവാത്മാക്കളുടെ സ്വരൂപം കൃഷ്ണേര നിത്യദാസ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ നിത്യദാസനാണ് നമ്മൾ. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന് വേണ്ടി സേവ ചെയ്യും. ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ സ്വരൂപം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ സേവകളും ആർക്ക് വേണ്ടി ചെയ്യും? ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി ചെയ്യും. ഈ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി സേവകൾ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അത്രയ്ക്കും ദയാലുവാണ് ഭഗവാൻ. എത്രയോ ഇൻസിഡൻസ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട് ഭഗവാന്റെ ദയയെ കാണിക്കുന്നത്. ഭയങ്കര ദയാലുവാണ്. തനിക്ക് എന്തെങ്കിലും പേര് കിട്ടണം എന്നുള്ള യാതൊരു ചിന്തയും ഒരിക്കലും ഭഗവാനില്ല. എല്ലാ പേരും ഭഗവാൻ ആർക്കാണ് കൊടുക്കുന്നത്? തൻ്റെ ഭക്തന്മാർക്കാണ് കൊടുക്കുന്നത്. ഒരു രാത്രി കൊണ്ടാണ് ഭഗവാൻ ദ്വാരക നിർമ്മിച്ചത്, അല്ലേ? ജരാസന്ധ, കാലയവന ഇവരുടെ ആ പ്രശ്നങ്ങളൊക്കെ വന്ന് മധുരാവാസികൾ വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ദ്വാരക നിർമ്മിച്ചു ഭഗവാൻ. അപ്പോൾ ആ ദ്വാരക നിർമ്മിച്ചപ്പോൾ വേണമെങ്കിൽ ഭഗവാന് ആ ദ്വാരകയുടെ രാജാവാകാമായിരുന്നു. കാരണം ഭഗവാൻ നിർമ്മിച്ചതല്ലേ.
പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ആരെ രാജാവാക്കി? തൻ്റെ ഭക്തനായ ഉഗ്രസേനനെ രാജാവാക്കി. ഇത്രയും വലിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ രാജാവ് ഭഗവാൻ ആയില്ല, ഭഗവാൻ ഉഗ്രസേനനെ ആക്കി. എന്തുകൊണ്ട്? ഭഗവാന്റെ കൃപ അത്തരത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? അതേപോലെ ഈ കുരുക്ഷേത്ര യുദ്ധം അത് മുഴുവൻ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. എല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. പക്ഷേ അവിടെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആരെ ഹീറോ ആക്കി? അർജുനനെ ഹീറോ ആക്കി. അല്ലേ? ഭഗവാന് ഹീറോ ആകാമായിരുന്നു, പക്ഷെ ഭഗവാൻ ആയില്ല. ആ ഒരു സ്ഥാനം ഭഗവാൻ ആർക്ക് കൊടുത്തു? അർജുനന് കൊടുത്തു. ഇന്നും കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത് ഭഗവാനെ അല്ല, അർജുനനെയാണ്. കാരണം എന്താണ്? ഭഗവാൻ ഹീറോ ആക്കിയത് അർജുനനെയാണ്. എന്നിട്ട് അവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ രാജാവാക്കി വാഴിച്ചു. ഭഗവാന് വേണമെങ്കിൽ രാജാവാകാമായിരുന്നു, പക്ഷെ ഭഗവാൻ ചെയ്തില്ല. അപ്പോൾ അതാണ് ഭഗവാന്റെ കൃപ. മനസ്സിലായില്ലേ? അതേപോലെ യുദ്ധം അവസാനിച്ചപ്പോൾ അർജുനന് വന്ന അതേ അവസ്ഥയിൽ ആരെത്തി? യുധിഷ്ഠിര മഹാരാജാവ് എത്തി. അതായത് എനിക്ക് രാജാവാകേണ്ട ആവശ്യത്തിലേക്ക് എത്രയോ കോടിക്കണക്കിന് ആൾക്കാരെയൊക്കെ കൊല്ലേണ്ടി വന്നു. അതേക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ് ആര്? യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധത്തിന് ശേഷം. അപ്പോൾ അവിടെ ഭഗവാൻ വരെ ഉപദേശങ്ങൾ കൊടുത്തു. ആർക്ക്? യുധിഷ്ഠിര മഹാരാജാവിന്. പക്ഷെ യുധിഷ്ഠിര മഹാരാജാവിന് കൺവിൻസ്ഡ് ആയില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ഭീഷ്മദേവരെ ഏൽപ്പിക്കുകയാണ്. ഭീഷ്മദേവര് ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയി. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ എല്ലാ ക്രെഡിറ്റും അവിടെ ഭഗവാൻ ഭീഷ്മദേവർക്ക് കൊടുക്കുകയാണ്. അല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ്? ഭീഷ്മദേവർക്ക് അങ്ങനെ എല്ലാ ക്രെഡിറ്റും ഭഗവാൻ കൊടുക്കാനുള്ള കാരണം ഭഗവാന്റെ ഭക്തനായതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ ആ ഒരു ദയാവായ്പിനെ കുറിച്ച്. അപ്പം അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ വളരെ എന്താ പറയുക, ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഭഗവത്ഗീത ആയാലും ഭാഗവതമായാലും നല്ല നല്ല ക്വാളിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളിത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. അതല്ലെങ്കിൽ ഇത് പഠിക്കുന്ന സമയത്ത് നല്ല നല്ല ക്വാളിറ്റീസൊക്കെ നമുക്ക് വരും, അല്ലെങ്കിൽ വരണം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ ഭഗവത്ഗീത ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു? ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനുസൂയവേ. വളരെ രഹസ്യ സ്വഭാവമുള്ള ഈ സംഭവം, ഈ ഒരു കാര്യം ഞാൻ നിനക്ക് ഉപദേശിക്കാനുള്ള കാരണം നീ അനസൂയവേ, അസൂയയില്ലാത്ത വ്യക്തിയാണ്. ഭഗവാനോടും അസൂയ ഉണ്ടാവാൻ പാടില്ല, ഭക്തന്മാരോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ക്വാളിഫിക്കേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ച് കൊടുക്കാനായിട്ടുള്ളത് ഭഗവാൻ പറയുന്നത് അസൂയ ഇല്ലാത്തത് കൊണ്ട്. അനസൂയവേ, അസൂയ നമുക്കറിയാം, അതിൻ്റെ ഓപ്പോസിറ്റാണ് അനസൂയ. അപ്പോൾ അവിടെ എന്താണ്? വളരെ വലിയൊരു ക്വാളിറ്റിയാണ് അത് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും പറയുന്നുണ്ട്, ധർമ്മപ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാനാം സദാം. നിർമത്സര എന്താണ്? നോട്ട് എൻവിയസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ വായിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഭൗതിക ലോകത്ത് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് അല്പസ്വല്പമൊക്കെ സന്തോഷം വരണമെങ്കിൽ ഈ ഭക്തിയിലേക്ക് നമ്മൾ വരണം. മനസ്സിലായില്ലേ? ഇവിടെ പറയുന്നു, അപ്പൊ പ്രഭു അന്നേരം ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അസൂയ ഉള്ളവർക്ക് ഇത് മനസ്സിലാവില്ലല്ലോ. മഹാരാജി ചോദ്യങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ കുന്തി മഹാറാണി പറയുന്നുണ്ട്, എന്തുകൊണ്ട് ആൾക്കാർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? രണ്ട് കാര്യങ്ങളാണ് കുന്തി ദേവി അവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അജ്ഞത എന്ന് പറഞ്ഞാൽ അവിദ്യ,
ഇഗ്നോറൻസ്. എന്തിനെക്കുറിച്ചുള്ള അവിദ്യ? ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യം മറന്നു പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യം മറക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരവസ്ഥ എന്തായിരിക്കും? ഞാൻ എൻ്റെ സേവകനാണ്. അപ്പോൾ ആ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ആ സമയത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുന്തിദേവി പറയാണ്, ഒന്നാമത്തെ കാരണം അവിദ്യ, ഇഗ്നോറൻസ്. ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം കുന്തി മഹാറാണി പറയുന്നത് ആഗ്രഹങ്ങൾ കൊണ്ട്. കാമ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. അത്രയ്ക്കും ആഗ്രഹങ്ങളാണ് ജീവാത്മാക്കൾക്ക്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മെ എവിടത്തേക്ക് നയിക്കുന്നു? കാമ ലീഡ്സ് അസ് ടു കർമ്മ. കർമ്മത്തിലേക്ക് നയിക്കുന്നു. കർമ്മ നമ്മൾ എവിടെ എത്തിക്കുന്നു? ക്ലേശത്തിലെത്തിക്കുന്നു. അപ്പം അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ. കാമ, കർമ്മ, ക്ലേശ. ആഗ്രഹങ്ങൾ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ കർമ്മത്തിലേർപ്പെടും. അപ്പോൾ ഈ കർമ്മത്തിൽ ഭൗതിക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഏർപ്പെടുമ്പോൾ നമുക്ക് ക്ലേശങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും. അപ്പോൾ കുന്തി മഹാറാണി പറയുന്നത് അവിദ്യ, കാമ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖങ്ങൾ കുറയില്ല, ദുഃഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. എല്ലാ സമയത്തും ഭഗവാനിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അതാണ് ഭഗവാൻ പറയുന്നത്. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുധ്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസി അസംശയ. അതായത് എല്ലാ ചുറ്റുപാടിലും അർജുന, നീ എന്നെ ഓർക്കണം. എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ 5 കാറ്റഗറീസ് ആയിട്ട്, അതായത് സയൻസ് ഓഫ് എക്സിസ്റ്റൻസ്, 5 തരത്തിലുള്ള കാറ്റഗറീസ് ശാസ്ത്രം പറയുന്നുണ്ട്. നമ്പർ 1 ഈശ്വര, നമ്പർ 2 അവതാര, നമ്പർ 3 ദേവത, നമ്പർ 4 ജീവ, നമ്പർ 5 മായ. ഈ 5 കാറ്റഗറിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, രണ്ടാമത്തേത് ഭഗവാന്റെ അവതാരങ്ങൾ, മൂന്നാമത്തേത് ഉപദേവതകൾ, നാലാമത്തേത് ജീവാത്മാക്കൾ, അഞ്ചാമത്തേത് ഭൗതിക പ്രകൃതി. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവസാനം പറഞ്ഞ 4 കാര്യങ്ങളും ആശ്രയിച്ച് നിൽക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. കാരണം ഭഗവാൻ ഇല്ലാതെ അതിനുശേഷം പറഞ്ഞ ഈ 4 കാര്യങ്ങൾക്കും യാതൊരു നിലനിൽപ്പുമില്ല. മനസ്സിലായില്ലേ? ഭഗവാൻ തീർച്ചയായിട്ടും, ഞാൻ ആദ്യം പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ള ദയ കാണിക്കുന്ന ആളാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഭഗവാന്റെ ദയ ഡയറക്റ്റ് മനസ്സിലാവില്ല. അതായത് നമ്മൾ ഡിസ്ഗൈസ്ഡ് വേഷപ്രച്ഛന്നരായിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ആ തരത്തിലാണ് പലപ്പോഴും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൃപ ഭക്തന്മാരോട് കാണിക്കുന്നത്. ഡയറക്റ്റായിട്ടല്ലേ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് കൃപയാണെന്ന്, പിന്നെയാണ് മനസ്സിലാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് വിതുരര് ജീവിതകാലം മുഴുവൻ ദുര്യോധനനെയും ധൃതരാഷ്ട്രരെയും ഒക്കെ സേവിച്ച് ഹസ്തിനാപുരത്തെയൊക്കെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സേവിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിതുരര്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? വിതുരർക്ക് ദുര്യോധനൻ വന്നിട്ട് പറയാണ്, ഈ സെക്കൻഡിൽ ഹസ്തിനാപൂർ വിട്ടുപോകണം. സഹിക്കോ ആർക്കെങ്കിലും? നമുക്ക് സഹിക്കോ? ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഒരു ദിവസം ആൾ വന്ന് പറയാണ്, നീ ഇവിടുന്ന് സ്ഥലം വിട്ടോന്ന്. നമുക്ക് സഹിക്കോ? പക്ഷെ അവിടെ വിതുരർക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്? ആ സംഭവം നടന്നതുകൊണ്ട് എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ പറ്റി, തീർത്ഥാടനത്തിന് ചാൻസായി. അപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു അത്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, പക്ഷേ ഡയറക്റ്റായിട്ടല്ല കിട്ടിയത്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ഭാഗവതത്തിലുണ്ട്. മനസ്സിലായില്ലേ?
ആളെ കുറിച്ച് പറയുന്നത് ധ്രുവ മഹാരാജാവാണ്. 5 വയസ്സുള്ള കുട്ടി സ്വന്തം അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ രണ്ടാം അമ്മ സമ്മതിച്ചില്ല. ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ? അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പറ്റില്ല. വളരെ വിഷണ്ണനായിട്ട് വളരെ വേദനയോടുകൂടി ദേഷ്യമൊക്കെ വന്നിട്ട് കാട്ടിലേക്ക് പോയി അല്ലേ? 6 മാസം കൊണ്ട് തപസ്യകൾ അനുഷ്ഠിച്ച് ഭഗവാനെ കണ്ടു. അപ്പോൾ അവിടെ സ്വന്തം അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവസരം ഭഗവാൻ കൊടുക്കാതിരുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. കാരണം അതുകൊണ്ട് ധ്രുവ മഹാരാജൻ എന്ത് കിട്ടി? ഭഗവാനെ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റി. അതല്ലെങ്കിൽ കാണാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. അപ്പം അതിനെയാണ് ഡിസ്ഗൈസ്ഡ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ധ്രുവ മഹാരാജാവ് ജടായു രാമലീലയിൽ സീതയെ അപഹരിച്ച് കൊണ്ട് രാവണൻ പോകുന്ന സമയത്ത് രാവണനോട് യുദ്ധം ചെയ്യുകയാണ് ജടായു. 2 ചിറക് മുറിഞ്ഞു, മരിക്കാനായി അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഇതെന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ശ്രീരാമചന്ദ്ര ഭഗവാൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പിണ്ടോദക ക്രിയകളൊക്കെ ആര് ചെയ്തു? ശ്രീരാമചന്ദ്ര ഭഗവാൻ ചെയ്തു. എന്നിട്ട് ജടായുവിനെ എവിടത്തേക്ക് പറഞ്ഞയച്ചു? ഭഗവാന്റെ ധാമത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ കഷ്ടപ്പാട് അവിടെ ജടായുവിന് വരാനുള്ള കാരണം എന്താണ്? ഭഗവാന്റെ കൃപ അല്ലേ? ശിലാ പ്രഭുപാദര് നമുക്കറിയാം, പ്രയാഗ് ഫാർമസി എല്ലാം പൊളിഞ്ഞു നാശായി. അതെന്താണ്? ഭഗവാന്റെ കൃപയാണ്. കാരണം അതുകൊണ്ട് നമുക്ക് കൃഷ്ണാവബോധം കിട്ടി അല്ലേ? അപ്പോൾ ഇങ്ങനെ പലതരത്തിലും ഭഗവാൻ തൻ്റെ കൃപ ചൊരിയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോകണം. അതിനുള്ളൊരു അവസരം ഭഗവാൻ ഉണ്ടാക്കിത്തരാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജാവിനോട് ഒരാൾ ചോദിച്ചു, ശ്രീമദ് ഭാഗവതത്തിലുള്ള ഏത് ശ്ലോകമാണ് നമ്മളെ ഭഗവാന്റെ അടുത്തെത്തിക്കുന്നത്? അതല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ പ്രാപ്തനാക്കുന്ന ശ്ലോകം ഏതാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ള ഉള്ളത് എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ശ്ലോകം ഏതാണ്? തത്തേനു കമ്പാം സുസമീക്ഷമാന ഭുഞ്ജാനയേവാത്മകൃതം വിപാകം ഹൃദ്വാഗ്വഭൂവിർവിദതന്നമസ്തേ ജീവേദയോ മുക്തിപദേശദായ ഭാഗ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭാഗവതം ബ്രഹ്മദേവൻ പറയുന്നത് തത്തേനു കമ്പാം സുസമീക്ഷമാന, ഓരോ നിമിഷവും ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഓരോ സെക്കൻഡിലും ഭഗവാന്റെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. തത്ത് അനുകമ്പ ഭുഞ്ജാനയേവാത്മകൃതം വിഭാഗം. എന്നതിനർത്ഥം ഓരോ സമയത്തും ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഓരോ സമയത്തും മനസ്സിൽ വിചാരിക്കേണ്ടത് കാര്യം ഭഗവാന്റെ കൃപ എനിക്കുണ്ടാകുമെന്നാണ്. എന്നിട്ടോ ഹൃദ്വാഗ് വഭൂബിർ വിദതൻ നമസ്തേ. ഹൃദയം, വാക്ക്, ശരീരം, മനസ്സ്, വാക്ക്, ശരീരം, ഇത് 3 കൊണ്ടും ഭഗവാൻ എല്ലായ്പ്പോഴും നമസ്കരിക്കണം. അങ്ങനെ ഭഗവാൻ എല്ലായ്പ്പോഴും നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് മോക്ഷത്തിന് അർഹൻ അല്ലെങ്കിൽ മുക്തിക്ക് അർഹൻ എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങളൊക്കെ കുറയ്ക്കണം. യുധിഷ്ഠിര മഹാരാജാവിനോട് ചോദിച്ചു, പുൽക്കൊടിയേക്കാളും അല്ലെങ്കിൽ പുല്ലിനേക്കാളും ഈ ലോകത്ത് ഇഷ്ടമാതിരി എവിടെ പോയാലും നമുക്ക് പുല്ല് കാണാൻ പറ്റും അല്ലേ? ഈ പുല്ലിനേക്കാളും കൂടുതലായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത് എന്ന് യുധിഷ്ഠിര മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ആഗ്രഹങ്ങൾ. അത്രയ്ക്കും ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാർക്ക്. അത് കുറയ്ക്കണം. ഈ ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വീണ്ടും യുധിഷ്ഠിര മഹാരാജാവിനോട് ചോദിച്ചു, കാറ്റിനേക്കാൾ കൂടുതൽ വേഗമുള്ളത് എന്താണ്? അല്ലേ? കാറ്റാണ് ശരിക്കും ഭയങ്കര സ്പീഡിൽ പോകുന്നത്. അതിനേക്കാളും വേഗത്തിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, മനസ്സ്. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹങ്ങൾ കുറയില്ല. ആഗ്രഹങ്ങൾ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാനെ കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവണമെങ്കിൽ
കൃഷ്ണനിലും ഗുരുവിലും ശക്തമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. കുറേ കാലങ്ങൾ വരും ക്ലാസ് കേൾക്കാനൊക്കെ, പക്ഷെ ഒന്നും തലയിൽ കയറിയില്ല. യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യൈതേ കഥിതാഹി അർത്ഥാഹ പ്രകാശന്തേ മഹാത്മനഃ. ഉപനിഷത്ത് പറയുന്നതാണ്. ഇതിൻ്റെ അർത്ഥം, ഗുരുവിലും കൃഷ്ണനിലും ശക്തമായ വിശ്വാസമില്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരു ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ശക്തമായ വിശ്വാസം ഉണ്ടാവണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ശരിയാണ്, ഒരു തെറ്റുമില്ല എന്ന്. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. കാരണം ഗുരു, കൃഷ്ണൻ ഇവരുമായിട്ടൊക്കെയുള്ള അസോസിയേഷൻ വളരെ പ്രധാനമാണ് നമ്മുടെ ഭക്തി പുരോഗമിക്കാൻ. തുലയാമ ലവണാഭി ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിം ഉദാശിഷഃ. ഭാഗവതം പറയുന്നതാണ്. ഒരു നിമിഷ നേരത്തുള്ള ഭക്തരുമായിട്ടുള്ള അസോസിയേഷൻ, ഒരു സെക്കൻഡ് മതി ശുദ്ധ ഭക്തരുമായിട്ടുള്ള അസോസിയേഷൻ. ന സ്വർഗം ന പുനർഭവം, അതൊരിക്കലും സ്വർഗം കിട്ടുന്നതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. നാട്ടിലൊക്കെ ആൾക്കാർക്ക് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇവിടെ ഭാഗവതം പറയുന്നത് അതിനേക്കാൾ വലുതാണ് ശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള ഒരു സെക്കൻഡ് നേരത്തെ സമ്പർക്കം. ന പുനർഭവം, പുനർഭവം ലിബറേഷൻ ഫ്രം മാറ്റർ, മാറ്ററിൽ നിന്നുള്ള മുക്തി, അതുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ന ഭഗവത് സംഗി സംഘസ്യ, ഭഗവത് സംഗി ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള സംഘം, അസോസിയേഷൻ. മർത്യാന, എന്താണ് മർത്യാന എന്ന് പറഞ്ഞാൽ? മരണം ഉറപ്പായിട്ടുള്ള വ്യക്തികൾ, അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ. മരണം സുനിശ്ചിതമാണ്. കിം ഉദാസിസഹ, വാട്ട് അബൌട്ട് എനി അതർ കൈൻഡ് ഓഫ് വേൾഡ്ലി ബെനഡിക്ഷൻ? ഈ ലോകത്തുള്ള വേറെ എന്ത് കിട്ടിയാലും ഈ ശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ, അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. സേജസ് ഓഫ് നൈമിഷാരണ്യ അവർ സൂത ഗോസ്വാമിയോട് പറഞ്ഞ ശ്ലോകമാണിത്. കാരണം നമുക്കറിയാം ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. അത് ദേഷ്യത്തിലായാലും സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഒക്കെ. തഥൈവ ചാന്യേ നരലോകവീര യ ആഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രേ പിബന്ധോ നയനാഭിരാമം പാർത്ഥാസ്യ പൂത പദമാപുരസ്യ. ഭാഗവതം പറയുന്ന ശ്ലോകമാണിത്. ഉദ്ധവര് വിതുരരോട് പറയുന്ന ശ്ലോകമാണിത്. അതായത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ മരിച്ചു വീണ, ഭഗവാനെ കണ്ടുകൊണ്ട് മരിച്ചു വീണ ഓരോ ക്ഷത്രിയന്മാരും എവിടെ എത്തി? ഭഗവാന്റെ ധാമത്തിലെത്തി. അത്രയ്ക്കും ദയാലുവാണ് ഭഗവാൻ. നരലോക വീര യ ആഹവേ കൃഷ്ണ മുഖാരവിന്ദം, കൃഷ്ണന്റെ മുഖാരവിന്ദം, ആ ഭംഗിയുള്ള മുഖം കണ്ട് ജീവത്യാഗം വെടിഞ്ഞ ആൾക്കാർ. നേത്രേ പിബന്ധോ നയനാഭിരാമം, അവരെന്ത് ചെയ്തു? കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കുകയാണ് ഭഗവാന്റെ ഭംഗി. അവരൊക്കെ എവിടെ പോയി? ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി. വേറെ ആരാ അങ്ങനെയൊക്കെ ചെയ്യാം? ഈ ഭഗവാനാണ് നമ്മുടെ അവബോധത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളയുന്ന ആൾ. സ്ഥിരമായിട്ട് ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും മാറിക്കിട്ടും. അത് ചെയ്യുന്നത് ആള് ആരാണ്? ഭഗവാനാണ്. ശ്രീമദ് ഭാഗവതം സെക്കൻഡ് കാൻഡോ അതിൽ പറയുന്നുണ്ട്, പ്രവിഷ്ട കർണരന്ധ്രേന സ്വാനം ഭാവ ശരോരുഹം ധുനോതി ശമലം കൃഷ്ണ ശലീലസ്യ യഥാശരത്. സെക്കൻഡ് കാൻഡോയിലുള്ള ശ്ലോകമാണ്. പ്രവിഷ്ട കർണരന്ധ്രേന, നമ്മുടെ കർണങ്ങളിൽ കൂടി, ചെവികളിൽ കൂടെ ഭഗവാന്റെ കാര്യം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ശ്വാനം ഭാവ ശരോരുഹം, ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം അതാകുന്ന താമരയിൽ പോയി നിൽക്കും അത്. എന്നിട്ടോ എന്ത് ചെയ്യും? ധുനോതി ശമലം, എല്ലാ മാലിന്യങ്ങളും മാറിക്കിട്ടും. മാറ്റുമാര്? കൃഷ്ണ. ധുനോതി ശമലം കൃഷ്ണ. എങ്ങനെ? ശരീരസ്യ യഥാശരത്. അല്ലേ? ചൂട് കാലത്ത് നല്ല ഉഷ്ണമൊക്കെ ഉള്ള സമയത്ത് പുഴകളൊക്കെ വറ്റി വരണ്ട് ഇരിക്കും, കുറച്ച് വെള്ളം ഉണ്ടാകും, അപ്പോൾ അവിടെ നിറയെ അഴുക്കുകൾ ഉണ്ടാകും. എന്നാൽ മഴക്കാലം വരുന്നതോടുകൂടി അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അഴുക്കൊക്കെ മാറിക്കഴിയുന്നത് പോലെ
നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും ഭഗവാൻ മാറ്റിത്തരും. എന്ത് ചെയ്തു കഴിഞ്ഞാൽ? സ്ഥിരമായിട്ട് കൃഷ്ണകഥ കേട്ട് കഴിഞ്ഞാൽ. ഹിയറിംഗ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മവൈവർത്ത പുരാണം പറയുന്നുണ്ട്, അനേക ജന്മജനിത പുണ്യരാശി ഫലം മഹർ സത്സംഗ ശാസ്ത്ര ശ്രവണ ഏവ പ്രേമാതിജായത്. ഭഗവാനോടുള്ള പ്രേമം നമുക്ക് വരണമെങ്കിൽ ബ്രഹ്മവൈവർത്ത പുരാണം പറയുന്ന കാര്യം എന്താണെന്നറിയോ? അനേക ജന്മജനിത, എത്രയോ ജന്മങ്ങൾക്ക് ശേഷം, പുണ്യരാശി ഫലം മഹർ, ഭക്തിയുത സേവനം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? സത്സംഗ ശാസ്ത്ര ശ്രവണാൽ, മറ്റുള്ള നല്ല നല്ല ഭക്തന്മാരുടെ കൂടെ ഇരുന്നിട്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ശ്രവിക്കാനുള്ള അവസരം കിട്ടും. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഏവ പ്രേമാതിജായതേ, ഭഗവാനോടുള്ള പ്രേമം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കുണ്ടാവുക. അപ്പം അവിടെയും പറയുന്നത് എന്താണ്? ഹിയറിംഗ്, കേട്ടുകൊണ്ടിരിക്കുക ഭഗവാനെക്കുറിച്ച്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതിപ്പം ഷാർപ്പിത വിഷ്ണുർ ഭക്തിശ്ചേ നവലക്ഷണ ക്രിയേത ഭഗവതി അഥ തന്മന്യേ അതീതമുത്തമം. ആര് പറയുന്നതാണ്? പ്രഹ്ലാദ് പറയുന്നതാണ്. 5 വയസ്സുള്ള കുട്ടി. 9 തരം ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന കാര്യം എന്താണ്? ശ്രവണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രഭുപാദിൽ പറയുന്നു, ഹിയറിംഗ് ഫ്രം എംപവേർഡ് ഓർ റിയലൈസ്ഡ് സോൾസ്. അറിവുള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കണം. അതിൻ്റെ എഫക്റ്റ് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. 1 മണിക്കൂറായി കറക്റ്റ്. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ് കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ, ഹരി ഹരി പോൺ. ഐശ്വര്യ ദാസി മാതാജി, എന്താ അടുത്ത? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം സുരോജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സങ്കടമാണ് ഉള്ളത്. പ്രഭുവിന്റെ ക്ലാസ് പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നുന്നു. കേട്ട് നമുക്ക് തന്ന സമയം 1 മണിക്കൂറാണ് പ്രഭു. എന്ത് അഴകായിരുന്നു പ്രഭു, എന്ത് സന്തോഷം തോന്നുന്നു. ഞങ്ങൾ ഇത്രയും കാലം പ്രഭുവിന്റെ അസോസിയേഷൻ എടുത്തില്ലല്ലോ എന്നുള്ള വിഷമമാണ് ഉള്ളത് പ്രഭു. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട്. പറഞ്ഞാലും പ്രഭു. നിങ്ങളെ ആരെ ഞാൻ കാണുന്നില്ല. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം സുരോജി. കാരണം ഈ ഒരാളെയും കാണാതെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ല. അതെ, ശരിയാ പ്രഭു. പ്രഭു നമുക്ക് പ്രഭുവിന്റെ അസോസിയേഷൻ ഇനിയും വേണം. ഇതുപോലെ സൂം പ്ലാറ്റ്ഫോമിൽ ദയവായി അങ്ങ് മുന്നോട്ട് വന്ന് നമുക്ക് ഇത്രയും മനോഹരമായ ക്ലാസ് ഇനിയും എടുക്കണം പ്രഭു. നിറഞ്ഞ സന്തോഷം. അതിനൊക്കെ ഭഗവാൻ അനുഗ്രഹം വേണം പ്രഭു. പറയാനൊക്കെ പ്രഭുവിനെ കണക്ട് ചെയ്തെന്ന ഷഡ്ഭുജ പ്രഭുവിനെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു അവിടെ ഉണ്ട്. ഹരേ കൃഷ്ണ. കാണാൻ കഴിഞ്ഞതിലും കേൾക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് പ്രഭുവിന്റെ ക്ലാസ് കേട്ടിട്ട്. മാതാജിനെ ഞാൻ കണ്ടു, ഗൗരപ്രിയനെ കണ്ടിരുന്നു. ഓ ശരി. ഓക്കെ. എന്തെങ്കിലും നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ആരെങ്കിലും സംശയം ചോദിക്കുക അല്ലെങ്കിൽ പോയിന്റ്സ് അങ്ങനെ എന്താ ഉണ്ടോ? എനിക്കറിയില്ല നിങ്ങളുടെ സിസ്റ്റം എന്താണെന്ന്. ഉണ്ട് പ്രഭുവിന്റെ അടുത്ത് ഏത് ഡൗട്ടീസിനും എന്ത് ഡൗട്ടും ചോദിക്കാം. പ്രഭു വളരെ ആത്മാർത്ഥമായി നല്ല ക്ലാസ് ആയിട്ട് സാറ് പ്രഭു എടുത്തു. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിച്ചാൽ പ്ലീസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി, ആ ശ്ലോകം ഒന്നും കൂടെ പറയോ? അത് ഏതാന്ന്? ഭാഗവതത്തിലെ തത്തേ അനുകമ്പ. അത് ബ്രഹ്മാവിന്റെ പ്രേയേഴ്സ് ആണ്. അത് 10th കാൻഡോയിലാണ് ആ ശ്ലോകം. വേണമെങ്കിൽ എനിക്കിപ്പോ ആ പോയിന്റ് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ ഞാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ ഇടാം ആ ശ്ലോകം. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഇത്ര അറിവുള്ള ക്ലാസ്സുകൾ കിട്ടണതിൽ ഭയങ്കര സന്തോഷം. ഷഡ്ഭുജ പ്രഭുവിനെ കാണാൻ സാധിച്ചു. ഞങ്ങളുടെ ഗുരുവാണ് ഭക്തി ശാസ്ത്രി കോഴ്സിന്റെ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. പിന്നെ ഇത്ര അറിവുള്ള ഇത്രയധികം ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിക്കാൻ സാധിക്കുന്നതും ഭഗവാന്റെ കാരുണ്യം തന്നെ. ഹരേ കൃഷ്ണ പ്രഭു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിഷ്ണു പ്രിയ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഞാനതാ വിചാരിച്ച പ്രഭുജി അവിടെയുണ്ട്, ഞാനിവിടെയുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി, ഷഡ്ഭുജ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ശിക്ഷാഗുരുവാണ് ഭക്തിശാസ്ത്രിയുടെ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജിയുടെ ഭയങ്കര നല്ല ക്ലാസ് ആണ്. എനിക്കത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറെ ഹരേ ആൾക്കാർ കൃഷ്ണ പ്രഭുജി. അത്യാവശ്യം ചിലരൊക്കെ എനിക്ക് അറിയാം, വേറെ ചില ക്ലാസ്സുകളിലൊക്കെ വരുന്ന ആൾക്കാരാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, നമസ്കാരം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്തല്ലേ ഷഡ്ഭുജ പ്രഭു? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്തല്ലേ പ്രഭു? ഷഡ്ഭുജ പ്രഭു. യെസ് പ്രഭു, യെസ് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रीला प्रभुपाद की जय, गुरु दास की जय, निताय गौर प्रेमानंदे हरि हरि. ओके, थैंक यू प्रभु. Thank you so much प्रभु. हरे कृष्ण, हरे कृष्ण. प्रणाम हरे sir. हरे कृष्णा. कृष्ण. Thank you. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? Yes, Mother. ഓക്കെ.